ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് വളരെ ക്രിസ്പിയും സിമ്പിളും ആയിട്ടുള്ള നല്ലൊരു ചിക്കൻ ബ്രെഡ് ബോളിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇത് നോമ്പ് തുറക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഞാനിവിടെ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഒരു കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കാം. അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് ഇവിടെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. എന്നിട്ട് നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു പാത്രം എടുത്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അതിലേക്ക് ഒരു 4 സവാളയാണ്, അത് ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്, അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. ഇത് കുറച്ച് സമയം ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുക. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇവ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക, ഒരു 1/4 ടീസ്പൂൺ. എന്നിട്ടൊന്ന് നന്നായിട്ട് നമുക്ക് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് തൈര് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നമ്മൾ ഈ അരച്ച് വെച്ചത് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതാ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലോട്ട് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. ഇതൊന്ന് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഇവിടെ എടുത്ത് വെക്കാം. അപ്പോൾ ഇനി നമുക്ക് ബ്രെഡിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ അങ്ങനെ ഞാനിതാ ഓരോ ബ്രെഡും കട്ട് ചെയ്തിട്ടെടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഈ ബ്രെഡിൻ്റെ സൈഡില്ലേ അതെടുത്തിട്ട് നമ്മൾ ബ്രെഡ് ക്രംസ് ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഇതാ ഞാൻ മുഴുവൻ ബ്രെഡും കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ മുക്കിയെടുക്കുക. എന്നിട്ട് നമ്മൾ കൈനെ കൊണ്ട് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് അതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക്
കൈനെ കൊണ്ട് ഇതേപോലെ ഒന്ന് നമ്മൾ ഒരു ബോൾ പോലത്തെ ഷേപ്പിൽ നമുക്ക് ഇതേപോലെ ഷേപ്പ് ചെയ്തിട്ട് എടുക്കാം. എന്നിട്ട് കൈനെ കൊണ്ട് നന്നായിട്ട് റൗണ്ട് ഷേപ്പാക്കി എടുക്കുക. അപ്പോൾ ഇത് ഇതേപോലെ റൗണ്ട് ഷേപ്പ് ആയതിനു ശേഷം നമുക്ക് മുട്ടയുടെ മിക്സിയിൽ മുക്കിയെടുക്കുക. എന്നിട്ട് നമുക്ക് ബ്രെഡ് ക്രംസിൽ നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. അങ്ങനെ ബാക്കിയുള്ള എല്ലാ ബ്രെഡും ഇതേപോലെ തന്നെ നമുക്ക് ബോൾസ് ആക്കിയിട്ട് വെക്കാം. അങ്ങനെ മുഴുവൻ ബ്രെഡും ഞാൻ ഇതേപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചീനച്ചട്ടി എടുത്ത് അടുപ്പിൽ വെക്കാം. അതിൽ നമുക്ക് ഓയിൽ ഒഴിച്ചിട്ട് ഓയിലൊന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഈ ബ്രെഡ് ബോൾ ഓരോന്നായിട്ടിട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അങ്ങനെ ഇതാ ഞാൻ 3 എണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് 2 ഭാഗവും ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് വരെ നമുക്ക് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഒരു ഭാഗം റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത ഭാഗം നമുക്ക് ഇതേപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ ഇതാ 2 ഭാഗവും നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കോരി മാറ്റാം. അപ്പോൾ ഇതാ ഇനി ബാക്കിയുള്ളതും ഞാൻ ഇതേപോലെ ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഇപ്പോൾ 2 ഭാഗവും റെഡി ആയതിനു ശേഷം നമുക്ക് പാത്രത്തിലോട്ട് എടുത്തു മാറ്റാം. അങ്ങനെ ഇതാ ഞാൻ മുഴുവൻ ബ്രെഡ് ബോളും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലോട്ട് എടുത്തു മാറ്റാം. അപ്പോൾ ഇതാ നല്ല ക്രിസ്പിയും വളരെ ടേസ്റ്റിയുമായിട്ടുള്ള സിമ്പിളുമായിട്ടുള്ള നല്ലൊരു ചിക്കൻ ബ്രെഡ് ബോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോമ്പ് തുറക്ക് നല്ലൊരു ഐറ്റമാണിത്. അപ്പം നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്